ഹായ്. അപ്പോൾ ഇന്നത്തോടു കൂടി 10th വെക്കേഷൻ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളൊരു 24 ദിവസം വർക്ക് ചെയ്തു. അതിനുശേഷം ചെറിയൊരു ബ്രേക്ക് തന്നിരിക്കുകയാണ് മാനേജ്മെൻറ്റ്, അതായത് ഒരാഴ്ചത്തെ ബ്രേക്ക്. അപ്പോൾ നാട്ടിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഏകദേശം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് കഴിഞ്ഞ വർഷത്തെ CBSE സ്റ്റേറ്റ് ബോർഡ് അതുപോലത്തെ PU കോളേജ് കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക് കിട്ടിയെന്നതിനോടനുബന്ധിച്ച് നമ്മുടെ മാനേജർ നമുക്കൊരു ചെറിയൊരു ഡിന്നർ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് രണ്ടുപേർ റെഡിയായി നിൽക്കുകയാണ്. എന്നാൽ നമുക്ക് സ്കൂളൊന്ന് കാണാം. ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ട് പിറകിലായിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്കൂളുള്ളത്. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട്. എന്താ ടേസ്റ്റ്? എന്തോ ഒരു പുളി പിന്നെ ഇഞ്ചിയൊക്കെ ഇട്ടുള്ള ഒരു ഡ്രിങ്ക്, പുതിനയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് അറിയില്ല, ആദ്യമായിട്ട് കഴിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കാം എന്താ ഉണ്ടാവുകയാണ്. അത് ഈ ഫംഗ്ഷൻ ഒരു അറേഞ്ച് ചെയ്തിട്ടുള്ള ഇവിടുത്തെ PUവിൻ്റെ ബിൽഡിങ്ങിലാണ് കാണാം. ഇപ്പോൾ അത്യാവശ്യം വലിയൊരു ബിൽഡിങ്ങാണ്. ഇതിന് നേരെ കാണുന്നതാണ് നമ്മുടെ സ്കൂള്, CBSE സ്റ്റേറ്റ് എല്ലാവരും. നമ്മുടെ സ്കൂളിൻ്റെയും റൂമിൻ്റെയും തൊട്ടടുത്തൊരു ഫംഗ്ഷൻ ഹാളുണ്ട്. അവിടെ എല്ലാ ദിവസവും ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ നിന്നാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ചെണ്ട അതുപോലെ എന്തൊക്കെ ഇൻസ്ട്രുമെൻസിൻ്റെ. ചെണ്ടയാണോന്ന് അറിയില്ല. സ്റ്റേറ്റ് ബോർഡിൻ്റെയും CBSEൻ്റെയും ബിൽഡിംഗ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് PUയുടെ ബിൽഡിങ്ങാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. അവിടെ അത്യാവശ്യം ഗ്രൗണ്ടും ലോണൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഉണ്ട്. പിന്നെ ഇവിടെ ലിഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. ഞങ്ങളുടെ ബിൽഡിങ്ങിലും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഇതുവരെ. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒത്തിരി ടീച്ചേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി, പക്ഷെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ ബസ്സിൻ്റെ സമയമായതുകൊണ്ട് കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഭക്ഷണത്തിനായി പോയി. ആ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൻ്റെ തീം സോങ് ആണ്. ഏതോ കാറ്ററിംഗ് സർവീസിൻ്റെ വകയായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. സദ്യ പോലെ ഒരു ഭക്ഷണമായിരുന്നു. അത് ഞങ്ങൾക്ക് വന്നത് കുറച്ച് കറികൾ, അച്ചാറ്, പിന്നെ ഹോളിഗേ വന്നു. ഹോളിഗേ എന്ന് പറയുന്നത് ഒരു സ്വീറ്റാണ്. ഏകദേശം ഒരു ചപ്പാത്തി പോലെയൊക്കെ തോന്നും, പക്ഷേ മധുരമാണ് അതിനുള്ളത്. അതിനുശേഷം വേറൊരു വൈറ്റ് കളർ എന്തോ വന്നു. അതും ഹോളിഗേ എന്നാണ് പറഞ്ഞത്. എന്തോ ഒരു ഹോളിഗേ പറഞ്ഞു. അത് സ്വീറ്റ് ഒന്നുമല്ല, കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നീട് വന്നത് ഒരു ലെമൺ റൈസ്, പക്കോട ഒക്കെ വന്നു. ഒരു സ്വീറ്റ് എന്തോ തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമുക്ക് വൈറ്റ് റൈസ്, കുറച്ച് സാമ്പാർ പോലെ ഒരു കറിയൊക്കെ തന്നു. പിന്നെ പപ്പടം, തൈര്, സ്വീറ്റ് പാൻ, പഴം ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചു, യാത്ര ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പോൾ ഡിന്നർ കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഒരു സ്വീറ്റ് പാൻ തന്നിട്ടുണ്ട്. ഡൈജഷനൊക്കെ നല്ലതാണ്. എല്ലാവരും കഴിക്കരുത്, എപ്പോഴെങ്കിലും ഒന്ന് കഴിക്കാം. അങ്ങനെ വീട്ടിൽ പോയി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് റെഡിയായ ശേഷമാണ് ഞങ്ങൾ പോവാനായിട്ട് പുറപ്പെടുന്നത്.
ഇത് ദാവങ്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ബസ് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ മാംഗ്ലൂർ ബസ് കയറാനായിട്ട് വന്നിരിക്കുകയാണ്. അവർ പറഞ്ഞത് ദാവണഗിരി ഓൾഡ് ബസ് സ്റ്റാൻഡ്, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു എയർടെൽ ഷോപ്പ്, അതിൻ്റെ ഫ്രണ്ടിലെന്നാണ്. അപ്പോൾ വരുന്ന വഴിക്ക്, അതായത് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഏകദേശം 2-2.5 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് കിട്ടിയൊരു ഓട്ടോക്കാരൻ, അയാൾക്ക് കുറച്ച് മലയാളമൊക്കെ അറിയും. നമ്മുടെ സ്കൂളിലൊരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത വർഷം 1970-ലാണ്. അതായത് 10-15 വർഷത്തെ സ്കൂളാണത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ മഴ ഇങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. അറിയില്ല ബസ് വരുമ്പോഴേക്കും മഴ നല്ലോണം പെയ്യുമെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. ഇപ്പോൾ സമയം ഞങ്ങൾക്ക് കാണാം 10:30 നമ്മൾ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ച് 11 മണിയാണ് ബസ് ടൈം. ഓടിയിട്ട് ഓടി എന്താ പറഞ്ഞ ഓട്ടോ ഒക്കെ പിടിച്ച് വന്നതാണ്. പക്ഷേ ഇപ്പോൾ ബസ് 25 മിനിറ്റ് ലേറ്റാണ്. 11:25 വരുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ 25 മിനിറ്റ് ലേറ്റാണ്. പിന്നെ ഒരു പ്രാവശ്യം കൂടി അവർ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഇവിടെയല്ല വരിക, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോകാൻ പറ്റും. അല്ലെങ്കിൽ എന്തായിരിക്കും, ബസ് മിസ്സാവേണ്ടി വരും. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ബസ് കാത്തു നിൽക്കാൻ വന്നപ്പം ഒത്തിരി സമയം ബാക്കിയുള്ളത് കൊണ്ട് ജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ദാവങ്കര റെയിൽവേ സ്റ്റേഷൻ പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. മഴയൊക്കെ പെയ്തതുകൊണ്ട് കുറച്ച് വൃത്തികേടുകളൊക്കെ ഉണ്ട് ഉള്ളിൽ. അവിടെ കണ്ടതാണ് ഈ ഒരു സംഭവം, ഫുൾ ബോഡി മസാജ് ചെയർ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. 10 മിനിറ്റ്സ് 100 rupees അങ്ങനെയൊക്കെയാണ് റേറ്റ് കണ്ടത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ബസ് വന്നു. സുഗമ ബസ്സിലാണ് ഞങ്ങൾ പോണത്. അങ്ങനെ ഞങ്ങൾ മാംഗ്ലൂർ എത്തി. മാംഗ്ലൂരിൽ നിന്ന് ട്രെയിനിൽ കണ്ണൂരേക്ക് പോവാണിപ്പം. മഴയൊക്കെ പെയ്ത് പുഴയിലൊക്കെയുള്ള വെള്ളം നല്ല കലങ്ങിയിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും നാട്ടിലേക്ക് വരുമ്പോൾ മറ്റുള്ള സംസ്ഥാനത്തിൻ്റെ അതിര് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കണ്ണൂരെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഉണക്കംപരതിയിലാണ് പോയത്. യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് ആണ് പോയത്. പക്ഷെ അത്ര ഒരു ടേസ്റ്റൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ആനവണ്ടിയും പിടിച്ച് നേരെ നാട്ടിലേക്ക് വിട്ടു. ബൈ.